ഇസ്രയേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് ഇറാന്റെ മേൽ ആക്രമണം നടത്തി ആ ഒരു യുദ്ധം വലിയൊരു രീതിയിലേക്ക് പോയിട്ട് ഇന്ന് 30 ദിവസം പിന്നിടുകയാണ്. 30 അല്ല, ഒരു മാസം കഴിയുകയാണ്. ഈ ഒരു മാസം കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത് ഇറാന്റെ മുന്നിൽ അടിയറവ് പറയുന്ന അമേരിക്കയാണ്. യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇനി യുദ്ധത്തിന് ഞങ്ങളില്ല, ഞങ്ങൾ ആകെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ചിന്താഗതി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് യുദ്ധം തൽക്കാലം നിർത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് 3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം നിർത്തും എന്നുള്ള ഒരു കാര്യം അമേരിക്ക പറയുമ്പോൾ അവിടെ വലിയൊരു ഭിന്നത ഉണ്ടാവുകയാണ്. ഭിന്നത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലായിരുന്നു സംയുക്തമായിട്ട് ആക്രമണം നടത്തിയത്. എന്നാൽ ആ ആക്രമണത്തിലെ തിരിച്ചടി, ഇറാന്റെ തിരിച്ചടി ഈ ഇരു രാജ്യങ്ങളെയും വലിയ നാശനഷ്ടത്തിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് കരുതിയിട്ട് യുദ്ധം വീണ്ടും തുടങ്ങും എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരിടത്ത് ട്രംപ് പറയുന്നു യുദ്ധം നടത്തത്തില്ല, ഇനി ഞങ്ങൾ പ്രശ്നത്തിലേക്ക് പോകും, പശ്ചിമേഷ്യ വളരെ കഷ്ടത്തിലാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ കൊണ്ട് ആ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളൊരു നീക്കത്തിലൂടെ ഈ പറയുന്ന ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടക്കുമ്പോൾ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിന് വിപരീതമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഈ പശ്ചിമേഷ്യ യുദ്ധമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാനെതിരായിട്ടുള്ള സംയുക്ത ആക്രമണം ആരംഭിച്ച് അമേരിക്കയും ഇസ്രയേലും സൈനിക നീക്കം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഭിന്നതയാണ് എന്നുള്ള ഒരു സൂചന വരികയാണ്. ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ പിന്മാറുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കുന്നത് വരെ ആക്രമണം തുടരുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തൽക്കാലം നിർത്താനോ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനോ ഉള്ള യാതൊരുവിധ താല്പര്യവുമില്ല. കാരണം അവിടെ ടെൽ അവീവിൽ അത്രമേൽ പ്രഹരം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരം ചോദിക്കണം എന്നുള്ളൊരു വാശിയോടെ വീണ്ടും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിലപാടിലേക്ക് നെതന്യാഹു മാറുകയാണ്. ഒരേ ലക്ഷ്യത്തോടെ യുദ്ധക്കളത്തിലിറങ്ങിയ സഖ്യകക്ഷികൾക്കിടയിലെ ഈ ഭിന്നത വരും ദിവസങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സങ്കീർണമാക്കുമെന്നതാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്ന ഇതാണ്. ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ നേരിടുന്നതിനായിട്ട് മേഖലയിലെ പ്രധാന രാജ്യങ്ങളുമായിട്ട് പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതുമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അമേരിക്കയ്ക്ക് യാതൊരുവിധ കാര്യവുമില്ലായിരുന്നു ഇതിനകത്ത് ഇസ്രായേലിനെ വലിച്ചിടേണ്ടത്. ഇസ്രായേൽ വന്നിട്ട് ഞങ്ങൾക്ക് അടിക്കണം, ഞങ്ങൾക്കൊരു ആക്രമണം നടത്തണം, ഒരു മുൻകൂർ വൈരാഗ്യമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആക്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക ആയിട്ടുള്ള പ്രശ്നത്തിന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിട്ട് അവർ സംയുക്തമായിട്ടൊരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്ന് ആക്രമണത്തിന്റെ പേരിൽ അമേരിക്ക വളരെ ഖേദിക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്നും പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ മറുവശത്ത് ഈ നെതന്യാഹു യുദ്ധം ഇനി അവസാനിക്കുന്നില്ല, ഇനി ഞങ്ങൾ തിരിച്ചടിക്കും, ഇത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു വലിയ ഭിന്നത ഉണ്ടായിരിക്കുകയാണ്. കാരണം ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു ആണെങ്കിലും ഈ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഈ ഇറാൻ അമേരിക്ക ആക്രമിക്കും. കാരണം അങ്ങനെയാണ്, ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടാണ് ഇറാനെ ആക്രമിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം നടന്നതുകൊണ്ട് അമേരിക്ക ആക്രമിക്കാതിരിക്കത്തൊന്നുമില്ല. അമേരിക്കയ്ക്ക് മേളിൽ നല്ല പ്രഹരം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇതിനി താങ്ങാൻ കഴിയില്ല എന്നത് ഈ പറയുന്ന അമേരിക്കയ്ക്ക് അറിയാം, ട്രംപിനറിയാം. അതുകൊണ്ടാണ് യുദ്ധം ഇനി വേണ്ട, 3 ആഴ്ചയ്ക്കുള്ളിൽ നിർത്താം എന്നുള്ള കാര്യം പറയുന്നത്. കാരണം ഇനി യുദ്ധം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സൈനികരും സാമ്പത്തികവും അവിടുത്തെ ഈ പറയുന്നത് പോലെ തന്നെ എണ്ണയും ക്രൂഡ് ഓയിലും എല്ലാ പ്രശ്നവും ഇങ്ങനെ ഡോളറിന് മേളിലെത്തി, $100 കഴിഞ്ഞു. അപ്പോൾ ആ വിലവർധനയൊക്കെ അവിടുത്തെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഇത് നിർത്തണം. പക്ഷേ ഇസ്രായേൽ ഇതിന് സമ്മതിക്കുന്നില്ല. കാരണം ഇസ്രായേലിന് യുദ്ധം തന്നെ ചെയ്ത് ജയിക്കണം എന്നുള്ള വാശിയാണ്. പക്ഷേ ഈ വാശിക്ക് മുന്നിൽ വീണ്ടും പതറുന്നത് പശ്ചിമേഷ്യയും അമേരിക്കയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യ അമേരിക്കയും ഒരേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഇറാന്റെ ഈ സൈനിക ആണവ അഭിലാഷത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ആശങ്കകൾ കാരണം ഇസ്രയേലും ചില അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാകുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. എന്നാൽ അത് വെറും സൂചനകൾ മാത്രമാണ്, അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേരുകൾ നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പ്രധാനപ്പെട്ട ഉടമ്പടികളെ കുറിച്ച് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ നേരിട്ടുള്ള ഭീഷണി ഒഴിവാക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം
അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷിയെ ഇസ്രയേൽ തകർത്തതായിട്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ശക്തമാവുന്നുണ്ട് കേട്ടോ. ടെലവീവിൽ വളരെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും നെതന്യാഹു എവിടെയും പറയുന്നില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നിട്ടാണ് യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത്. എന്തായാലും ഇറാനിലെ ഭരണകൂടം വൈകാതെ തന്നെ തകരുമെന്നും ഈ ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്. മാത്രമല്ല മേഖലയിലെ മറ്റ് സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കവേ ഹിസ്ബുള്ള ഇനി ഇസ്രയേലിന് ഒരു ഭീഷണി അല്ല എന്ന് നെതന്യാഹു പറഞ്ഞു. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിച്ചതും ഹിസ്ബുള്ളയുടെ ഭീഷണി കുറയാൻ കാരണമായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇറാന്റെ ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കുമെതിരെ ഇസ്രയേൽ നടത്തിയ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ പോലുള്ള ഇറാൻ അനുകൂല സംഘടനകളുടെ ശക്തി കുറയ്ക്കാൻ സഹായിച്ചു എന്നതാണ് നെതന്യാഹു പറയുന്നത്. പക്ഷെ ഈ പറയുന്ന സമയത്തും അവിടെ ആക്രമണം നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശികമായിട്ടുള്ള ഇടപെടലുകളും ലോക സമാധാനത്തിന് ഭീഷണിയെന്നും ഇത് നേരിടാൻ ഇസ്രയേൽ ഒറ്റയ്ക്കല്ല എന്നുമാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം അമേരിക്ക മുട്ടുമടക്കി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് അമേരിക്കയുടെ സാമ്പത്തിക നഷ്ടവും അവിടുത്തെ ജനജീവിതവും ഈ ക്രൂഡ് ഓയിലിന്റെ വിലയും വളരെ പ്രശ്നത്തിലേക്കൊക്കെ കടക്കുന്നുണ്ടാണ്. പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഈ യുദ്ധം ജയിക്കണം. അവിടെ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഒരു കാര്യമാണ്, ലോക സമാധാനത്തിന് ഭീഷണിയാണ് ഇറാൻ. ഇത് ഒറ്റയൊരു ചോദ്യം വേറൊരു കാര്യത്തിലൂടെ ചോദിച്ചോട്ടെ. അതായത് ഈ പലസ്തീനിലും ഹമാസിലും ആക്രമണം നടത്തി അവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ലോക സമാധാനത്തിന്റെ വില എന്തെന്ന് മനസ്സിലായിരുന്നു? ഒരിക്കലും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? അപ്പം ഈ പറയുന്ന നെതന്യാഹുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആവണം എന്നുള്ള നിലപാടാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരിക്കലും പറയാൻ അർഹനല്ല ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തിനെതിരെ ഏത് നിമിഷവും വിലങ്ങ് വീഴാം എന്നുള്ളൊരു, അതായത് ഒരു ഭീഷണിയിലൂടെ കടന്നു പോവുകയാണ്. ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുകയാണെങ്കിൽ നെതന്യാഹു അപ്പൊ വീഴും, ജയിലിലേക്ക് പോകും. കാരണം അത്രയേറെ പ്രശ്നത്തിലൂടെയൊക്കെയാണ് ഈ പറയുന്ന ക്രിമിനൽ കേസിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ തെളിവുകളെല്ലാം ഈ പലസ്തീനിലെ ഹമാസിലെയും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിന്റെ ഉൾപ്പെടെയുള്ള കേസുകൾ കടക്കുകയാണ്. അപ്പൊ ഏത് വിധേയനെയും കയ്യിൽ വിലങ്ങ് വീഴാം എന്നുള്ളൊരു സാഹചര്യം മുന്നിലുള്ളപ്പോൾ അത് മാറ്റുക അല്ലാതെ വേറെ വഴിയില്ല എന്നൊരു നയത്തിലൂടെയാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരം ആക്രമണങ്ങളിലേക്ക് ഏർപ്പെടുന്നതും അല്ലെങ്കിൽ നടത്താനിരിക്കുന്നതും. അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോകും. കാരണം ഇതിനു മുന്നേ നമ്മൾ കണ്ടതാണ്, ഈ സമാധാനത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ അതേ ഇസ്രയേൽ പ്രധാനമന്ത്രി ഈ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ലോക സമാധാനത്തിന് ഏറ്റവും ഭീഷണിയായിരുന്നത്. അത് ഹമാസ് ഈ പറയുന്ന ഗസ യുദ്ധം നമ്മൾ കണ്ടെയാണ്. ഫലസ്തീനെതിരെ അവര് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ സ്ത്രീകളെ വളരെ ദയനീയമായിട്ടാണ് കൊന്നൊടുക്കിയത്. അത്രയും കുറ്റകൃത്യങ്ങളാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ കാര്യം പറയുന്നത്, ലോകത്തിന് സമാധാനം വേണം, സമാധാന ഭീഷണിയായിട്ട് ഇപ്പൊ ഇറാൻ മാറി എന്നത്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഒരു കാര്യം പറയുമ്പോഴും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടാണ് ഇസ്രയേൽ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പുതിയ സഖ്യങ്ങൾ വരുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പുതിയ സഖ്യങ്ങൾ വഴി അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറുന്നതിനും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനും പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ള സൂചനയുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം ശക്തമായിട്ട് തുടരുമ്പോൾ തന്നെ മറ്റ് ആഗോള ശക്തികളെ കൂടി ഉൾപ്പെടുത്തി ആക്രമണ സഖ്യം വിപുലീകരിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്നതൊക്കെയാണ് ഈ സൂചന എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ പറയുന്നുണ്ട് അമേരിക്കയുമായിട്ട് ശക്തമായിട്ട് തുടരുമെന്ന്. പക്ഷേ പല കാര്യങ്ങളും അമേരിക്ക പറയുന്നതിനോട് യോജിക്കാത്ത ഇസ്രയേലിനാണ്, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ നടപടിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ നിലപാടിൽ ഇപ്പോൾ മാറ്റമുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് കരാറില്ലാതെ തന്നെ പിന്മാറാൻ ആലോചിച്ചു എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പ്രസ്താവിച്ചത്. അതായത് ഇനി ഞങ്ങൾക്ക് കരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ ഒരു കരാറിനോട് സമ്മതിക്കുന്നുമില്ല, ഒരു കാര്യത്തിന് ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളുടെ സൈനികരെ ഈ ഇറാന്റെ മണ്ണിൽ നിന്നും പൂർണ്ണമായിട്ടും, ഇറാന്റെ മണ്ണിലല്ല, ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ പശ്ചിമേഷ്യയിലും പല ഗൾഫ് രാജ്യങ്ങളിലും എയർബേസുകളിലൊക്കെ അടക്കമുള്ള സൈനികരെ ഞങ്ങൾ ഇറാന്റെ അടുത്ത് നിന്ന് മാറ്റുകയാണ്. അതായത് ഇറാനെ ഇനി ഞങ്ങൾ ആക്രമിക്കാനില്ല എന്നുള്ള കാര്യം പറയുകയാണ്. എന്തായിട്ടും ഇറാനുമായിട്ടുള്ള സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ
അറബ് ബന്ധം ശക്തമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതിന് പിന്നാലെയാണ് കൂടുതൽ ആഗോള സഖ്യങ്ങൾക്കായിട്ട് ഇസ്രയേൽ ഈ നീക്കം നടത്തുന്നത്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇസ്രയേലിന്റെ നീക്കം നിലവിൽ നടക്കുന്നത്. നെതന്യാഹുവിന്റെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്നാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇസ്രയേലിന്റെ നീക്കത്തോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇറാനുമായിട്ടുള്ള ഔദ്യോഗിക ഉടമ്പടികൾക്ക് കാത്തു നിൽക്കാതെ തന്നെ അധിനിവേശം അവസാനിപ്പിക്കാനാണ് വൈറ്റ് ഹൗസ് ലക്ഷ്യമിടുന്നത്. അത് ആ ഒരു ലക്ഷ്യത്തിൽ അവർ എത്താൻ സാധിച്ചില്ലെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ രാജ്യത്തുണ്ടാകും എന്നുള്ള ഉറപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത്. ഇനി ഇറാന്റെ ആണവശേഷി ഗണ്യമായിട്ട് കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ പിന്മാറുമെന്നും ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മാത്രമാണ് തനിക്ക് ഇനി പ്രാധാന്യമെന്നും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തിന് സുരക്ഷ ഒരുക്കാൻ ഇനി മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്നും ഈ ട്രംപ് പറയുകയാണ്. ഇനി US-നുള്ളിൽ നിന്ന് തന്നെ നേരിടുന്ന ശക്തമായിട്ടുള്ള രാഷ്ട്രീയ എതിർപ്പുകളും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ട്രംപിനെ ഈ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ അമേരിക്കൻ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ സൈബർ ഭീഷണികളും ഈ നീക്കത്തിന് പിന്നിലുണ്ടോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു പിന്മാറ്റ പ്രഖ്യാപനം ഇസ്രയേലിനെ തെല്ലും പിന്തിരിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത് ഇനി യുദ്ധം ഉണ്ടാകുമോ തുടരുമോ എന്നുള്ളതാണ്. അതെന്തായാലും ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ പ്രതികരണം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു പൊടുന്നനെ ഒരു പ്രതികരണം നടത്തുന്നതല്ല, ഒരു വളരെ നിർണായകമായിട്ട് ആലോചിച്ച് പദ്ധതിയിട്ട് നടത്തുന്ന ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ എന്തായാലും ഇറാൻ പതറത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് ആക്രമിച്ചപ്പോൾ പോലും പിന്മാറാതെ തല ഉയർത്തി നിൽക്കുന്ന ഇറാനെയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഇസ്രയേലിന്റെ ഭാഗത്ത് ഞങ്ങൾ യുദ്ധം നടത്തത്തില്ല, തുടരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊന്നുമില്ല. ഇറാൻ യുദ്ധം തുടങ്ങും. ഇറാൻ യുദ്ധം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ പിന്മാറിപ്പോയ അമേരിക്കയ്ക്ക് കിട്ടും, അടി കിട്ടും. അതാണ് മറ്റൊരു കാര്യം. എന്തായാലും അമേരിക്ക പിന്മാറിയാലും ഇറാനെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന സൂചനയാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. ഇറാനിയൻ ഭരണകൂടം വൈകാതെ തകരുമെന്നും ഇറാന്റെ ആണവ മിസൈൽ ശേഷി തകർക്കുന്നതിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചതായിട്ടും ഈ ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്. എന്തായാലും അമേരിക്കയുടെ നിലപാടിൽ മാറ്റം വന്നതോടെ ഇറാനെ നേരിടാൻ ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ശക്തികളെ ഉൾപ്പെടുത്തി പുതിയൊരു സൈനിക നയതന്ത്രം സഖ്യം രൂപീകരിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു സഖ്യത്തിൽ ഉള്ളത് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഉടൻ ആ ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആരൊക്കെയായിരിക്കും ആ രാജ്യങ്ങൾ എന്നുള്ളത് തെളിയും. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുക്കൾ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ സമാധാനത്തിന് തയ്യാറാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. എങ്കിലും അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതൊന്നും സമ്മതിക്കില്ല എന്ന് നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചതാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് US ഉന്നയിച്ചത്. ഇതിന് പകരമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നാണ് അവരുടെ നിലപാട്. അമേരിക്കയുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയതോടെയാണ് നയതന്ത്ര പ്രതിസന്ധി വീണ്ടും തുടരുന്നത്. ഈ അമേരിക്ക പിന്മാറുകയും ഇസ്രയേൽ പുതിയ സഖ്യങ്ങളുമായിട്ട് ആക്രമണം തുടരുകയും ചെയ്താൽ അത് പശ്ചിമേഷ്യ കൂടുതൽ രൂക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കും. അതിൽ ആ സാഹചര്യത്തിലേക്ക് അമേരിക്ക എന്തായാലും എത്തിപ്പെടും. ആഗോള വിപണിയും ഊർജ്ജ മേഖലയും തകിടം മറിച്ച ഈ യുദ്ധം ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. വരും ദിവസങ്ങളിൽ ട്രംപ് നടത്താനിരിക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്കാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇസ്രയേലിന്റെ ഈ ഒരു കടുത്ത നിലപാട് അല്ലെങ്കിൽ തീരുമാനം വഴിവെക്കുന്നത് വലിയ ദുരന്തത്തിലേക്കാകും എന്നതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരും ലോകമൊക്കെ ഉറ്റുനോക്കുന്നത്.